റെയിൽവേ സ്റ്റേഷനുകളിലെ വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾ എങ്ങനെയാണ്? ജനങ്ങൾ പാർക്കിംഗ് സംവിധാനത്തിൽ തൃപ്തരാണോ? എറണാകുളം സൗത്ത്, നോർത്ത് റെയിൽവേ സ്റ്റേഷനുകളിലെ സ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. എറണാകുളം ജില്ലയിലെ രണ്ട് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനും എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനും. നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഈ രണ്ടു റെയിൽവേ സ്റ്റേഷനുകളെയും ആശ്രയിക്കുന്നത്. എന്നാൽ ഈ രണ്ടു റെയിൽവേ സ്റ്റേഷനുകളിലും മതിയായ പാർക്കിംഗ് സൗകര്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. പാർക്ക് ചെയ്യാനായിട്ട് മാർഗമില്ല അല്ലേ? പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനുള്ളിലും ഇടമില്ല. റെയിൽവേ സ്റ്റേഷനുള്ളിലും സ്ഥലമില്ല. റെയിൽവേ സ്റ്റേഷനുള്ളിൽ അപ്പുറത്ത് പോകണം. ഇവിടെ ഈ സൈഡിലില്ല. ഇവിടെ ഈ സൈഡിൽ സ്ഥലമില്ല. ഇപ്പൊ എല്ലാം കൊണ്ട് വെച്ചിരിക്കുകയല്ലേ. പൊതുവേ റെയിൽവേയിൽ പാർക്കിംഗ് വളരെ കുറവാണ്. റെയിൽവേയിൽ വികസനങ്ങളുണ്ട് എങ്കിലും ഇപ്പോൾ കണ്ടില്ല. ഇപ്പോൾ നമ്മുടെ ഈ ബിൽഡിങ്ങുകൾ ഒരുപാട് പണിയുണ്ട്. പക്ഷേ അത് മാത്രം പോരല്ല, ജനങ്ങളുടെ പ്രധാന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങൾ സുരക്ഷിതമായിട്ട് പാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മിക്ക സ്ഥലങ്ങളിലും മിക്ക റെയിലുകളിലും നമുക്ക് പാർക്കിംഗ് വളരെ കുറവാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ GCDA നടത്തുന്ന പാർക്കിംഗ് ആണിത്. പണം നൽകിയാണ് ഇവിടെ ആളുകൾ വാഹനം പാർക്ക് ചെയ്യുന്നത്. എന്നാൽ ഒരു മഴയിൽ നിന്നോ വെയിലിൽ നിന്നോ പോലും സംരക്ഷണം ഒരുക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെയില്ല. ഒരു തീപ്പൊരി വീണാൽ അതൊരു വലിയ തീഗോളമാകാൻ വേണ്ട എല്ലാവിധ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. എന്നാൽ ഇത് കെടുത്താൻ വേണ്ട ഒരു സംവിധാനങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുകയുമില്ല. നമ്മുടെ പേഴ്സണൽ റിസ്ക് ആണ്. കാരണം നമ്മുടെ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ റിസ്കിലാണ് പാർക്കണമെന്ന് അവർ പറയണത്. ആ ഹെൽമെറ്റ് പോയാൽ പോയി. ഇപ്പം ഞാൻ എൻ്റെ ഹെൽമെറ്റ് ആണെങ്കിൽ പോലും ഞാൻ ലോക്ക് ചെയ്ത് വെക്കണേണ്. നമ്മൾ എവിടെയെങ്കിലും ദൂര സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആയിരിക്കും ചിലപ്പോൾ ഹെൽമെറ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചില വണ്ടി എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും. ഈ കാണുന്ന ഇടമാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയ. ഇവിടം നിറഞ്ഞാൽ ഏകദേശം 600 ഇരുചക്ര വാഹനങ്ങൾക്കാണ് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ആളുകൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഈ വഴിയോരത്താണ്. ഫുട്പാത്തിലടക്കം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു. തൊട്ട് സമീപത്ത് തന്നെ, റെയിൽവേ സ്റ്റേഷനോട് സമീപത്ത് തന്നെ ഇതിൻ്റെ നവീകരണ ജോലികൾ നടക്കുന്നുണ്ട്. അതിൽ മൾട്ടി സംവിധാനമുള്ള പാർക്കിംഗ് ഏരിയകൾ സ്ഥാപിക്കുന്നുണ്ട്. ഇവിടേക്ക് അധികം താമസിയാതെ ഈ പാർക്കിംഗ് സൗകര്യം മൊത്തമായി മാറ്റുമെന്നാണ് അധികൃതരോട് ചോദിക്കുമ്പോൾ അവർ നൽകുന്ന വിശദീകരണം. ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ ഉത്തരവാദിത്തം ആർക്കെന്ന് ചോദിച്ചാൽ റെയിൽവേ അധികൃതരോ ഈ വാഹന പാർക്കിംഗ് ഏറ്റെടുത്ത് നടത്തുന്ന കരാർ കമ്പനിക്കാരോ കൈയൊഴിയും. ഈ സ്ഥിതി മാറണം. വാഹനങ്ങൾക്ക് കൃത്യമായ സുരക്ഷിതത്വം ഉറപ്പു നൽകണം. ശരത് തമ്പാട്ടുകാവിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.